ഡോക്ടറെ, ഒരു വർഷം മുമ്പ് വേറൊരു ക്ലിനിക്കിൽ അടച്ച പല്ല, അതിനിടയ്ക്ക് സ്ഥിരം ഭക്ഷണം കയറുക. ഈ കംപ്ലൈൻ്റായിട്ട് വന്നൊരു പേഷ്യൻ്റെ കഥയാണ് കേട്ടോ ഞാനീ പറയണേ. അടച്ചതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കയറി രണ്ടാമത് വീണ്ടും കേടായതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അടച്ചിരുന്ന മൊത്തത്തിൽ മാറിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കേട് വളരെ സോഫ്റ്റായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത പല്ലിലെ അടച്ചിരുന്നത് നമ്മളങ്ങ് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്ത ശേഷമുള്ളതാണ് ഇത് ഈ കാണുന്നത്. കേട് നാഡിയോടെ വളരെ അടുത്തായതുകൊണ്ട് പിന്നീട് നമ്മൾ കേരീസ് ഡിറ്റക്ടർ ഡൈ യൂസ് ചെയ്ത് അതിനുശേഷം വീണ്ടും കേട് മാറ്റി. കേട് പൂർണ്ണമായിട്ടും മാറ്റിയ ശേഷം നാഡിയോട് വളരെ അടുത്തായിരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ വിത്ത് IDS അണ്ടർ റബ്ബർ ഡാം. ഈ ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു ഷീറ്റ് പല്ലിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് റബ്ബർ ഡാമാണ്. റബ്ബർ ഡാം ഇല്ലാതെ എന്ത് കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ? ഇത് പല്ല് ഫില്ല് ചെയ്ത ഉടനെയുള്ള ഫോട്ടോയാണ്. ഇത് നമ്മുടെ റെഡ് കളറിൽ മാർക്കിങ്സ് കാണുന്നത് ആർട്ടിക്കുലേറ്റിംഗ് പേപ്പർ, അതായത് ഒക്ലൂഷൻ കടി ചെക്ക് ചെയ്യുന്ന പേപ്പറിൻ്റെ മാർക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, പല്ല് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എവറി 6 months അതിൻ്റെ റിവ്യൂ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല്ല് വേദനയോ ബുദ്ധിമുട്ടോ ഇല്ലെങ്കിലും കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുക.